ഹലോ എൻ്റെ കുഞ്ഞു മക്കളെ, ഇന്ന് ഞാൻ വിളവെടുപ്പിന് വന്നതാകട്ടെ. എൻ്റെ പറമ്പിൽ മഴക്കാല വിളവെടുപ്പ് കോവയ്ക്ക തോരൻ വെക്കണമെന്ന് എൻ്റെ അണ്ണൻ പറഞ്ഞിട്ട് പോയി. കടയിൽ കയറി പോയി ജോലിയും കഴിഞ്ഞ് വന്നിട്ട്. അതുകൊണ്ട് കോവയ്ക്ക തോരൻ വയ്ക്കാൻ. തോരനല്ല, വെഴുപ്പ് എന്നും നമ്മൾ വെഴുപ്പ് കേട്ടോ ഇല്ലയോ. അപ്പോൾ ഇന്ന് നമ്മൾ തോരൻ കാണിക്കുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയാമല്ലോ, കേൾക്കട്ടെ. എൻ്റെ വിശേഷം മാത്രം നിങ്ങളങ്ങനെ കേൾക്കണ്ട. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യും? വലിയ കുഞ്ഞുങ്ങളല്ല, കൊച്ചു കുഞ്ഞുങ്ങൾ, എൻ്റെ സ്വന്തം മക്കൾ. അങ്ങനെ വലിയൊരു ചേച്ചി, അണ്ണൻ, അക്കച്ചി, ചേട്ടത്തി, മാമൻ, ചിറ്റപ്പൻ, അതൊക്കെ വലിയ പിള്ളേർ. എനിക്ക് ഒത്തിരി പൊടി പിള്ളേരുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമൊക്കെ എവിടെമാരായി? ചോളം വിളയാറായിപ്പോയി. അതങ്ങനെ മഴ സമ്മതിക്കും എൻ്റെ ചോളം വിളയാൻ. നാണ്ട അമ്മക്കുട്ടി പിടി അമ്മക്കുട്ടി. പറിക്കട്ടെ, കോവയ്ക്ക പറിക്കട്ടെ. ഇന്ന് കോവയ്ക്ക വെഴുക്കുവരട്ടെ. തോരൻ. തോരൻ, വെഴുക്കുവരട്ടല്ല തോരൻ. പിന്നെ എല്ലാവരെയും ഞാൻ തിരക്കുന്നോണ്ട്, എല്ലാവരും എണ്ണയും തിരക്കുന്നോണ്ട്, എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആ യൂട്യൂബിൽ ഒന്ന് കയറിയിട്ട് എനിക്ക് 2-3 സബ്സ്ക്രൈബൊക്കെ താണ്ടടി സബ്സ്ക്രൈബൊക്കെ താ. ഞാൻ പറയുന്നില്ലേ നിങ്ങളെടുത്ത്. നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരും ഓണത്തിന്. അപ്പോൾ ചോദിക്കും, സബ്സ്ക്രൈബ് തന്നില്ലെങ്കിൽ നിങ്ങൾ ഓണത്തിന് വന്നാൽ വീട്ടിൽ കയറ്റി. എന്നാലും ഞാൻ വീട്ടിൽ കയറ്റും. എൻ്റെ കോവയ്ക്ക മുളകും ഉണ്ട് എനിക്ക് പറിക്കാൻ കേട്ടാ. കണ്ട പറഞ്ഞടേ അങ്ങ്. പിന്നെ അമ്മയൊക്കെ എവിടെ പോയി? തൊഴിലുറപ്പൊക്കെ ഉണ്ട് അമ്മമാർക്ക്. പിന്നെ വീണ്ടും അമ്മമാരെന്ന് പറയുമ്പോഴും പേടി എനിക്ക് തിരിഞ്ഞു വരുമെന്നുള്ളത് സത്യം. പിന്നെ എല്ലാം 2 പേര് മുളക് ചോദിച്ചിട്ടുണ്ട് കുഞ്ഞെ വീട്ടിൽ. അവർ വൈകിട്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കോവയ്ക്കയും മുളക്. മക്കളെ, വീട്ടിൽ വരുന്നവർക്ക് ഞാൻ മുളക് തരാം കുഞ്ഞുങ്ങളെ കേട്ടോ. മക്കൾ വാ, ആരൊക്കെ ആയാലും മുളകിന് വാ. ഞാൻ തൈ പാവിയിട്ടുണ്ട്, തയ്യും ഉണ്ട്, മുളകും തരാം കുഞ്ഞെ. ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ കേട്ടോ എൻ്റെ കുഞ്ഞു മക്കളെ. പിന്നെ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും എല്ലാവരും തരണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇന്ന് കോവയ്ക്ക തോരനും ചോറൊക്കെ ഉള്ളു. ശരി മക്കളെ, വെക്കട്ടെ, നമുക്ക് നാളെ കാണാം.